നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് സീസണിൽ പരസ്പരം ആശംസകൾ അറിയിക്കുന്ന സമയങ്ങൾ. പക്ഷേ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്ന വാർത്താ ചിത്രങ്ങൾ മതപീഡനത്തിൻ്റെ, പ്രത്യേകിച്ചും ക്രിസ്മസ് കരോളും ക്രിസ്മസ് പ്രോഗ്രാമും ഒക്കെ നടക്കുന്നിടത്തുണ്ടാകുന്ന ആക്രമണങ്ങളുടെ ചിത്രങ്ങളാണ്. വടക്കേന്ത്യയിൽ നിന്നുണ്ടായ ഒന്ന് രണ്ട് ചിത്രങ്ങൾ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. അത് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ജബൽപൂരിൽ നിന്ന് ഒരു വാർത്ത. BJPക്കാരിയാകുന്ന BJPയുടെ ഒരു വനിതാ നേതാവ് അന്ധരാകുന്ന കുറേ കുട്ടികൾ ഒന്നിച്ചുള്ള ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ ചെന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അവരെ കായികമായി അവരെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു, വെർബലി അബ്യൂസ് ചെയ്യുന്നു, അവരെ കൊണ്ട് അവരുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നു. എത്ര ക്രൂരമായ ചിത്രമാണ്. മറ്റൊരു ചിത്രം കണ്ടത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മുസ്ലിം ഏതൊക്കെയോ വഴിയിലൂടെ ഹിന്ദു വിശ്വാസമൊക്കെ സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഹിന്ദുക്കളുടെ പ്രതിനിധിയെപ്പോലെ ക്രിസ്തീയ സഭകളിൽ ചെന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. ഒരുപക്ഷെ ഹിന്ദു വിശ്വാസത്തിൽ ഉള്ളവർക്ക് പോലും അപമാനമാകുന്ന തരത്തിലുള്ള ഏറ്റവും തിന്മയുടെ മാർഗത്തിലുള്ള അംഗവിക്ഷേപങ്ങളോട് ആ വ്യക്തി പ്രവർത്തിക്കുകയാണ്. അതും ആ കാഴ്ചയും ഈ ക്രിസ്മസിൽ നമുക്കൊക്കെ ഒത്തിരി സങ്കടം തന്ന കാഴ്ചയാണ്. ഏതോ ഒരു പഴയ ഹിന്ദി ഫിലിമിലെ ഒരു വില്ലൻ അഭിനയിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അംഗവിക്ഷേപങ്ങൾ കണ്ണും പുരികവും ഒക്കെ വളച്ച് നല്ല നാടകം കളിക്കുന്നത് പോലെ നല്ലൊരു നടൻ, ജീവിതത്തിൽ ഒത്തിരി നാടകങ്ങൾ കളിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഒരു പുതിയ നാടകത്തിൽ ആ രംഗത്ത് അയാൾ ശരിക്കും തകർത്താടുകയാണ്. പക്ഷേ അതും നമുക്ക് ദുഃഖത്തിൻ്റെ കാഴ്ചകൾ. എനിക്ക് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരം കാഴ്ചകൾ ചുറ്റും നാം കാണുമ്പോൾ, പ്രത്യേകിച്ചും ഈ വർഷത്തെ ക്രിസ്മസ്, ഹംഗറി പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്ന ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. 38 കോടി ക്രിസ്ത്യൻസ് ഇന്ന് രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഭയത്തോടു കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഹംഗറി പോസ്റ്റിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം നമ്മുടെ രാജ്യത്ത് സമാധാനത്തോട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്മസ് ആഘോഷിക്കാൻ ഭയക്കുന്ന 38 കോടി ആളുകൾ. അതിനകത്ത് നൈജീരിയക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, ഈ പറഞ്ഞ പല ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകളുണ്ട്, നമ്മുടെ രാജ്യത്തെ ആളുകളുമുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ഈ പറഞ്ഞ ഭീഷണി കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ ക്രിസ്മസ് ദിവസം തന്നെ ബന്ദ് വെക്കുമെന്ന് ഭീഷണി കൊടുത്ത, സ്റ്റേറ്റ് ബന്ദ് ഒക്കെ പ്രഖ്യാപിച്ച അനുഭവങ്ങൾ, ഇതെല്ലാം ക്രിസ്മസിനെ എതിർക്കുവാനാണ്. ക്രിസ്മസിന് സ്കൂളിൽ കമ്പൽസറി ചെല്ലണം, ആരെങ്കിലും ചെന്നില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സ്റ്റേറ്റുകൾ. ഇതൊക്കെ ഈ ഇന്ത്യയിൽ, എൻ്റെ ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന് കാണുമ്പോൾ മനസ്സ് നോകുന്നു. ഇതല്ലായിരുന്നു എൻ്റെ ഇന്ത്യ, ഇതല്ല എൻ്റെ ഇന്ത്യ. എൻ്റെ ഇന്ത്യയെ എനിക്കെന്ന് തിരിച്ചു കിട്ടും എന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.